എൻ്റെ ഉപനിധി, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. ആ മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ. ആ മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ. ഹോശാന, 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 ഹോശാന. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങൻ്റെ പരിചയുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങൻ്റെ ഉറവയാണേ. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങൻ്റെ പരിചയുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങൻ്റെ ഉറവയാണേ. ആ മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ. ആ മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ, വീരനാണവൻ. ഹോശാന, 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 ഹോശാന. എൻ്റെ ഉടയവനേ, എൻ്റെ ഭുജബലമേ, അങ്ങൻ്റെ ഇമ്പമാണേ. എൻ്റെ ആരംഭമേ, എൻ്റെ വാഗ്ദത്തമേ, അങ്ങൻ്റെ ആമേനാണേ. എൻ്റെ ഉടയവനേ, എൻ്റെ ഭുജബലമേ, അങ്ങൻ്റെ ഇമ്പമാണേ. എൻ്റെ ആരംഭമേ, എൻ്റെ വാഗ്ദത്തമേ, അങ്ങൻ്റെ ആമേൻ ആണേ. ആ മാർവിൽ ചാരിടാ
മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാനവൻ ഹോസാന ഹോസാന എല്ലാ പ്രിയപ്പെട്ടവർക്കും പവർവിഷൻ ടി വിയിൽ നിന്നും ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവം നമുക്ക് മറ്റൊരു ദിവസം കൂടെ നൽകിയിരിക്കുന്നല്ലോ. നമുക്ക് ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിൽ വരാം. നമ്മെ ഇതുവരെ കരുതി അത്ഭുതകരവും അതിശയകരവുമായി പുലർത്തിയ ദൈവം ഇന്നും നമ്മെ ശ്രേഷ്ഠമായി പുലർത്തും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിൻ്റെ പ്രസാദകരമായ വഴിയിലൂടെ നടക്കേണ്ടതിനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിനും നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതുണ്ട്. നമുക്കതിന് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. പ്രഭാതവന്ദനം എന്ന ഈ സന്ദേശം നമുക്ക് ദൈവശക്തി പ്രാപിക്കാനും ദൈവശബ്ദം കേൾക്കാനുമുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ അതിനായി ക്ഷണിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടതിന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്താവിഷയം ഹോപ്പ് ബിയോണ്ട് ഫെയില്യൂവേഴ്സ്, പരാജയങ്ങൾക്കപ്പുറം പ്രതീക്ഷ എന്നൊരു വിഷയമാണ്. അത് ബൈബിളിലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇവിടെ നാം കാണുന്ന ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമൊന്ന് പരിശോധിച്ചാൽ, ശിഷ്യന്മാരെയെല്ലാം വളരെ നിരാശപ്പെടുത്തിക്കൊണ്ട് യേശു ക്രൂശിക്കപ്പെട്ടു, യേശു അടക്കപ്പെട്ടു. യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണുന്നില്ല. ശിഷ്യന്മാർ ആകെ ഭയപ്പെട്ടു. പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ യേശു പോയി. യേശു വരുന്നു പോകുന്നു. യേശുവിൻ്റെ ഒരു ശാരീരികമായ സാന്നിധ്യം കൂടിയില്ല. അപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായ, ഇപ്പോഴും ഭയമുണ്ട്, സംശയങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വലിയ പ്രയാസത്തിലായി. എങ്ങനെ ഇനി ജീവിക്കുമെന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വേളയിൽ, ഒരു വല്ലാത്ത ഒരു ക്രൂഷ്യൽ ക്രൈസിസ്, പ്രതിസന്ധിയുള്ള ഒരു വേളയിൽ ശിഷ്യന്മാർ, പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും തീരുമാനിച്ച് നമുക്ക് മീൻ പിടിക്കാനായിട്ട് പോകാം. അവർക്ക് അറിയാവുന്ന ജോലിയാണല്ലോ അത്. കാരണം അവരുടെ പഴയകാലം പരിശോധിച്ചാൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ പൂർണ്ണമായും പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയതാണോ അതോ അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടി മീൻ പിടിക്കാൻ പോയതാണോ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ളത്. എന്തുമാകട്ടെ, ഒരിക്കൽ ഉപേക്ഷിച്ച വലയും ബോട്ടും എടുത്ത് ഒരിക്കൽ ഉപേക്ഷിച്ച ആ ജോലിയിലേക്ക് അവർ പോകേണ്ടി വന്നു. അപ്പോൾ പല കാരണങ്ങളാൽ ശിഷ്യന്മാർ പരാജയപ്പെട്ട അല്ലെങ്കിൽ പരാജയം നേരിടുന്ന ഒരു സന്ദർഭം, വിശ്വാസത്തിൽ ഒരു പരാജയം ഉണ്ടായി എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ചില പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഇനി ഈ പരാജയത്തിൻ്റെ നടുവിലും പ്രതീക്ഷ നൽകുന്ന യേശുവിനെക്കുറിച്ചും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ തന്നെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ പരാജയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണോ? പരാജയങ്ങളാൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കാതെ വന്ന വ്യക്തിയാണോ? പഠനത്തിൽ തുടരെ പരാജയപ്പെടുന്ന വ്യക്തിയാണോ? തൊഴിൽ മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ? ബിസിനസ്സിൽ വലിയ പരാജയം നേരിട്ട് ദുഃഖിച്ചിരിക്കുന്ന, നഷ്ടം നേരിട്ട ഒരു വ്യക്തിയാണോ? കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ? മറ്റ് സുഹൃത്ത് ബന്ധങ്ങളിൽ പരാജയവും വിള്ളലുകളും തകർച്ചകളും ഉണ്ടായ ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ പരാജയം എന്തുമാകട്ടെ, അത് ഏത് വിധത്തിലുള്ളതുമാകട്ടെ, പരാജയം എന്നത് മനുഷ്യ സഹജമാണ് എന്ന് മറക്കാതിരിക്കാം. ഒരു വ്യക്തിയും പൂർണ്ണരല്ല എന്ന് നമുക്കറിയാം. നമുക്കെല്ലാം നമ്മുടെ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ നമ്മളെ ഉപേക്ഷിക്കാതെ വീണ്ടും അവസരങ്ങൾ തരികയും മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിക്കുകയല്ല, കൂടെ വന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ്. ഇതുവരെയും നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിച്ചത് കൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്. ഇതുവരെ നിങ്ങൾ ദൈവാശ്രയമില്ലാതെ ബിസിനസ് നടത്തി അല്ലെങ്കിൽ മറ്റ് ശ്രമങ്ങൾ നടത്തി അത് വിജയിച്ചില്ല. എന്നാൽ
ഇന്ന് വചനം നമുക്ക് തരുന്ന ഉറപ്പ് എന്നുള്ളത് നമ്മെ സഹായിക്കാനും പരാജയത്തിന് അപ്പുറത്തേക്ക് നമ്മെ വഴി നടത്തുവാനും കരുണയുള്ള കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള വാർത്ത. ശിഷ്യന്മാരെ നോക്കുക. ഒന്ന്, ദേ ഫെയിൽഡ് ടു ഫോളോ ക്രൈസ്റ്റ്. 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ വരികയും പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തു. യേശു അവർക്കൊരു നിയോഗവും നൽകിയിരുന്നു. എന്നാൽ ആ നിയോഗമനുസരിച്ച് ധൈര്യത്തോടെ പോയി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി, യേശുവിൽ വിശ്വസിപ്പീൻ, അവൻ നിങ്ങളെ സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ അനുഗമിക്കാൻ, ആ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ദേ ഫെയിൽഡ്. പലപ്പോഴും നമ്മുടെ പല പരാജയങ്ങളുടെയും പുറകിലുള്ള കാരണങ്ങൾ പരിശോധിച്ചാൽ ദൈവത്തോടുള്ള അവിശ്വസ്തത, അനുസരണക്കേട്, അലസമായ ആത്മീയത, ഇതൊക്കെ ഒരു കാരണമാണ്. ദൈവം നമുക്ക് സഞ്ചരിപ്പാൻ ഒരു വഴി കാണിച്ചിട്ടുണ്ട്. ദൈവം നാം ചെയ്യേണ്ടതിന് ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. എന്നാൽ നാം അത് മറന്ന്, അത് ഗൗരവമായി കാണാതെ, അത് ചെയ്യാൻ തയ്യാറാകാതെ സ്വന്തം വഴിയിൽ നീങ്ങുകയാണ്. അത് പരാജയത്തിന് ഒരു കാരണമാണ്. അപ്പോൾ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പരാജയത്തെ മറികടക്കാൻ നാം ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മെ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കണ്ടെത്തണം, അത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തണം. ദൈവത്തെ വിശ്വസിക്കണം, അപ്പോൾ തന്നെ നാം തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ തിരുത്തുകയും വേണം. പലപ്പോഴും പരാജയത്തിൻ്റെ പുറകിലുള്ള പല കാരണങ്ങൾ, ഒന്ന് നമ്മുടെ അനുസരണക്കേടാണ്, നമ്മുടെ അലസമായ ആത്മീയതയാണ്. യേശു പ്രതീക്ഷിച്ചത് ചെയ്യാനായിട്ട് ഇവർ തയ്യാറായില്ല. അത് തന്നെയാണ് അവരെ ആ പരാജയത്തിൻ്റെ രാത്രിയിലേക്ക് എത്തിച്ചത്. മറ്റൊന്ന്, ദ ഫെയിലിയർ ഓഫ് ഗോയിങ് ബാക്ക്, തിരികെ പോയി എന്നുള്ളതാണ്. ഇനി മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെ സ്റ്റക്കായിരുന്നു എന്നുള്ളതല്ല, അവർ പുറകോട്ട് പോയി. അതാണ് മറ്റൊരു പരാജയം. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. പകച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകാം. പക്ഷെ പുറകോട്ട് പോകുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അത് അധികം പരാജയത്തിലേക്ക് നമ്മെ എത്തിക്കും. വിശ്വാസത്യാഗം, സ്പിരിച്വൽ അപ്പോസ്റ്റസി, അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. നാം രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ പല തീരുമാനങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അതിൽ ഓർഫയുടെ തീരുമാനം പുറകോട്ട് പോകുക, ഗോ ബാക്ക് ടു മോവാബ്. അവളുടെ സ്വന്തം നാട്ടിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക്, ജാതീയ ജീവിത രീതികളിലേക്ക് തിരികെ പോകാം, പുറകോട്ട് പോകാം. പിന്നീട് നാം ആ ഓർഫ എന്ന സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നില്ല. അവളുടെ ചരിത്രം അവിടെ കൊണ്ട് തിരിയുകയാണ്. അപ്പോൾ പുറകോട്ട് പോകുക എന്നത് അത് അപകടം പിടിച്ച കാര്യമാണ്. അത് അധികം നഷ്ടം വരുത്തുമെന്നത് മറക്കരുത്. ഇന്ന് രാവിലെ തിരികെ പോകാൻ, ഇട്ടേച്ച് പോകാൻ, ഉപേക്ഷിച്ചിട്ട് പോകാൻ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് നയിക്കുമെന്നുള്ള മുന്നറിയിപ്പും കൂടെ ഈ വിശുദ്ധ വേദഭാഗത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. മറ്റൊന്ന്, ഫെയിലിയർ ഓഫ് ദെയർ എഫേർട്സ്. അവർ മീൻ പിടിക്കാൻ പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ദേ ഫെയിൽഡ് അഗെയിൻ, ദ ടെറിബിളി ഫെയിൽഡ്. ജോലി അറിയാത്തത് കൊണ്ടാണോ അവർ തോറ്റത്? അല്ല. അധ്വാനിക്കാൻ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ തോറ്റത്? അല്ല. ആ കടലിന് പരിചയമില്ലാത്തത് കൊണ്ടാണോ തോറ്റത്? അല്ല. അവർ അവിടെ ജോലി ചെയ്ത്, ഈ തൊഴിൽ നന്നായി ചെയ്ത്, വൈദഗ്ധ്യമുള്ള, കടലിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും എല്ലാം അറിവുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരുടെ സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും അവർക്കുണ്ടായ എല്ലാ സൗകര്യങ്ങൾ കൊണ്ടുമൊക്കെ നടത്തിയ ശ്രമങ്ങളൊന്നും അവരെ സഹായിച്ചില്ല. ദേ ടെറിബിളി ഫെയിൽഡ് ഇൻ ദർ എഫേർട്സ്. അവരുടെ പ്രയത്നത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. കാരണം അവർ അത് ചെയ്യാൻ വേണ്ടി അല്ല വിളിക്കപ്പെട്ടത്. അതല്ല ദൈവം അവരെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണം, നാം ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നാം നടത്തുന്ന കഠിന പ്രയത്നങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മാറുമ്പോഴാണ്. താങ്കളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമല്ല അത് എങ്കിൽ അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം വിളിച്ചു, അതേ ചെയ്യാവൂ. ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് നാം ചെയ്യരുത്. അത് നമുക്ക് അധികം നഷ്ടവും കൂടുതൽ തോൽവികളും ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതിന് സംശയമില്ല. അതൊന്ന്. മറ്റൊന്ന് നോക്കി, എ നൈറ്റ് ഓഫ് ഫെയിലിയർ.
അവർ നിരവധി തവണ ശ്രമിച്ചു. ഒന്നല്ല, ആവർത്തിച്ച് അവർ സ്ഥലങ്ങൾ മാറി മാറി വല വീശി കാണും. അവർ പറഞ്ഞു കാണും, ഓക്കെ, ഈ സ്ഥലം ഇന്ന കാരണം കൊണ്ട് ഇവിടെ കിട്ടത്തില്ല, നമുക്ക് അപ്പം മാറി നോക്കാം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഓക്കെ, ഇത് ഇന്ന കാരണം കൊണ്ട് ഇവിടെ ഇല്ല. അവർ മാറി മാറി ശ്രമങ്ങൾ നടത്തി. രാത്രി മുഴുവൻ ആ കടലിൽ അവർ ശ്രമം നടത്തി. ഒന്നും കിട്ടിയില്ല. തികച്ചും നിരാശരായി ശൂന്യമായ വലയോടെ അവർ കടലിൽ ക്ഷീണിതരായി തുടരുകയാണ്. അപ്പോൾ നീണ്ട പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു രാത്രി. ഈ സമയത്ത് നിങ്ങളുടെ അവിശ്വാസം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടുമാണ് ഈ നഷ്ടമുണ്ടായത്, നിങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാതെ അവരുടെ അടുക്കൽ വരുന്ന യേശു, ആ യേശുവാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. നിങ്ങൾക്ക് ഈ പരാജയത്തിന് അപ്പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് യുവർ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കണം. നിങ്ങൾ ഈ കടൽ കൊണ്ടും ഈ തൊഴിൽ കൊണ്ടും ഈ പരാജയം കൊണ്ടും അവസാനിക്കേണ്ടവരല്ല. അതല്ല നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്ന് അവരെ ഓർപ്പിച്ചുകൊണ്ട് യേശു അവരുടെ അടുക്കൽ കരുണ കാണിച്ച് വരികയാണ്. വാട്ട് ഗേവ് ദം ഹോപ്പ്? അവർക്ക് പ്രതീക്ഷ നൽകിയത് എന്താണ്? അവർ പ്രതീക്ഷിക്കാത്ത യേശുവിൻ്റെ സന്ദർശനം. കരയിൽ നിന്ന് ഒരു വ്യക്തി സംസാരിക്കുന്നു. ആദ്യം മനസ്സിലായില്ല, പിന്നീട് തിരിച്ചറിഞ്ഞു അത് യേശുവാണ്. പരിചയമുള്ള ഒരു ശബ്ദം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് യേശു അവരുടെ അടുക്കൽ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, നാം പരാജയപ്പെടുമ്പോഴും നമ്മുടെ അടുക്കൽ നമ്മുടെ അന്വേഷിച്ചു വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം. ഇന്ന് രാവിലെ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ അത് വ്യക്തമായ തെളിവാണ്. ഇപ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോഴും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പദ്ധതിയുണ്ട്. ഇപ്പോഴും ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു അത്ഭുതം ചെയ്യാൻ കഴിയും. അത് തെളിവാണ്. ഹോപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. പരാജയത്തിൻ്റെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഭാതം ഉണ്ടാകുകയാണ്. നിങ്ങളുടെ പരാജയത്തിൻ്റെ രാത്രി അവസാനിക്കട്ടെ. പ്രതീക്ഷയുടെ ഒരു പ്രഭാതം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു പുതിയ അധ്യായം ഉണ്ടാകട്ടെ. നമുക്ക് യേശുവിൽ പ്രതീക്ഷ വയ്ക്കാം. മറ്റൊന്ന്, വേർഡ് ഓഫ് ഹോപ്പ്. 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തോട് വരുമ്പോൾ യേശു അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ. അതൊരു പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശമാണ്, അല്ലേ? യേശുവിനറിയാം എങ്ങനെ അവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കണമെന്ന്. പ്രതീക്ഷയുടെ ഒരു വാക്ക്, നിങ്ങൾ ഇന്നത് ചെയ്യുവീൻ, ഇന്ന സ്ഥലത്ത് ചെയ്യുവീൻ. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, യേശുവിൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുക. അതാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വാക്ക്, അവൻ്റെ നിർദ്ദേശം. ഇപ്പോഴും അവൻ നമ്മോട് സംസാരിക്കുന്നു. മറ്റൊന്ന്, ദ പ്രൊവിഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ കരുതൽ. യേശു അവർക്ക് പ്രാതൽ ഒരുക്കി അവരെ ക്ഷണിക്കുകയാണ്. യേശു അവരെ ശിക്ഷിച്ച് അവരെ വഴക്ക് പറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് അവർക്ക് അങ്ങോട്ട് നൽകുകയാണ്, അവരെ കരുതുകയാണ്, ഇപ്പോഴും സ്നേഹിക്കുകയാണ്. ദാറ്റ് ഗീവ്സ് ഹോപ്പ്. നമ്മുടെ പരാജയങ്ങൾ കണക്കിടാതെ ഇന്നും നമുക്ക് വേണ്ടി യേശു കരുതുന്നു. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം പരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് മുൻപോട്ട് പോകുവാൻ നമുക്ക് പ്രതീക്ഷ നൽകട്ടെ. നമ്മെ കരുതുന്ന യേശു, നമ്മെ അന്വേഷിച്ച് വരുന്ന യേശു, നമ്മോട് സംസാരിക്കുന്ന യേശു, നമുക്ക് വേണ്ടി മറ്റൊരു അത്ഭുതം കൂടി ചെയ്യാൻ തയ്യാറാകുന്ന യേശു. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ പ്രതീക്ഷ വയ്ക്കാം. ഈ പരാജയത്തിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. യേശുവിനെ ഇടപെടൽ പ്രതീക്ഷിക്കാം. ഈ ദിനം അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്കായി ആശംസിക്കുന്നു. തുടർന്ന് ഒരു ഗാനം കേട്ട് ദൈവത്തെ സ്തുതിച്ച ശേഷം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ഈ വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ, ശാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ, യേശുവേ യേശുവേ
നാഥനേ നാഥനേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ആനന്ദമേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ അകലില്ല നീ മറക്കില്ല നീ തുണയേകിടും അനുദിനം നീയോ അകലില്ല നീ മറക്കില്ല നീ തുണയേകിടും അനുദിനം നീ എന്നുള്ളം വാഴുന്നേ എന്നുള്ളം വാഴ്ത്തുന്നേ യേശുവേ യേശുവേ നാഥനേ നാഥനേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ആനന്ദമേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ യേശുവേ യേശുവേ നാഥനേ നാഥനേ വളരെ മനോഹരമായൊരു ഗാനം നമ്മൾ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. നമുക്ക് പുതിയ തീരുമാനത്തോടെ ഈ ദിനം തുടങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് നൽകിയ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പരാജയങ്ങൾക്കപ്പുറത്തേക്ക് അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകുന്നു എന്ന്, ഞങ്ങളെ സഹായിക്കുന്നു എന്ന് വചനത്തിലൂടെ ഞങ്ങളെ ബോധ്യമാക്കിയതിന് നന്ദി. ഞങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്നും പരാജയത്തെ നേരിടുന്നവരാണ്. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ശിഷ്യന്മാരുടെ പരാജയത്തിൻ്റെ വേളയിൽ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടി കരുതിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് വിജയം തരണമേ, ഞങ്ങൾക്ക് മാറ്റം തരണമേ കർത്താവേ. അങ്ങത് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ കടഭാരങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ മറ്റ് മാനസിക വേദനകൾ സകലതും തിരുമുമ്പാകെ കൊണ്ടുവരുന്നു. ഇടപെടണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വൻകാര്യങ്ങൾ ചെയ്യണമേ. ഞങ്ങൾ അവിടുത്തെ ദൃഷ്ടിയിൽ ഇന്ന് വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വളരെ ഫലപ്രദമായ ഒരു ദിവസം തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. ഹാവ് എ വെരി ബ്ലെസ്സഡ് ഡേ.